അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. അതായത് ഏത് സ്കീമാണ് GST നല്ലത്, റെഗുലർ ആണോ കോമ്പോസിഷൻ ആണോ? എന്താണ് റെഗുലർ സ്കീം? ഞാൻ ആദ്യം അത് പറയാം. ഒരു ഉദാഹരണത്തോടെ സിമ്പിൾ ആയിട്ട് പറയാം. നിങ്ങളൊരു പേഴ്സ് കച്ചവടക്കാരനാണ്. നിങ്ങൾ ഹോൾസെയിലർ ആയിട്ടുള്ള ഒരു ഡീലറിന്റെ അടുത്ത് നിന്ന് 100 രൂപയ്ക്ക് 18% ടാക്സ് കൊടുത്ത് 118 രൂപ കൊടുത്ത് നിങ്ങൾ ഇത് വാങ്ങുന്നു. ഇത് നിങ്ങൾ 200 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ കസ്റ്റമറിൽ നിന്ന് 18% ടാക്സ് ആയിട്ടുള്ള 36 രൂപ ടാക്സും ചേർത്ത് 236 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ടാക്സിൽ നിന്നും നിങ്ങൾ ഹോൾസെയിലറിന് കൊടുത്ത ടാക്സ് കുറച്ചുകൊണ്ട് ബാക്കി എമൗണ്ട് നിങ്ങൾ ഗവൺമെന്റിലേക്ക് ടാക്സ് ആയിട്ട് GST ആയിട്ട് പേ ചെയ്യേണ്ടതായിരുന്നു. സിമ്പിൾ ആയിട്ട് ഇതാണ് റെഗുലർ സ്കീം. അപ്പൊ നിങ്ങൾ ടാക്സ് ഫയലിംഗിന്റെ സമയത്ത് റെഗുലർ സ്കീമിൽ മന്ത്ലി ഓർ ക്വാർട്ടർലിയാണ് ചെയ്യുന്നത്. ഒരു മാസത്തിലോ അല്ലെങ്കിൽ 3 മാസത്തിലോ ആയിട്ട് നിങ്ങൾക്ക് ഈ ടാക്സ് ഗവൺമെന്റിലേക്ക് അടക്കാവുന്നതാണ്.